welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സുകളാണ് ആമസോണിൽ നിന്ന് വാങ്ങിയത്. അത്യാവശ്യം മിക്കതും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഫേഷ്യൽ ഐസ് ടൂള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് ഉടനെ മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമുക്ക് നല്ല ചൂട് തോന്നുന്ന സമയത്ത് നല്ല ഐസ് ക്യൂബൊക്കെ അപ്ലൈ ചെയ്യില്ലേ, വേറെ കുളിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ഇതിങ്ങനെ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ തുറന്ന് ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എൻ്റെ മുഖത്ത് മേക്കപ്പ് ഉണ്ട്. സ്റ്റിൽ മേക്കപ്പൊക്കെ സെറ്റ് ചെയ്യാനും ഇങ്ങനെ ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യുന്നത് കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേമാതിരി രാവിലെയുള്ള പഫ്നെസ് മാറാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. ഇവിടെ ഒരു നിബുണ്ട്, ഇവിടെ ഒരു ഓട്ടയുണ്ട്. ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടത്. വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക, ഫ്രീസറിൽ വയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഐസ് കട്ടയായിട്ട് വരും. എന്നിട്ട് അപ്ലൈ ചെയ്യാം. ചെറിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെക്കണം. ഇത് 2 പാർട്ടായതുകൊണ്ട് ചിലപ്പോൾ ഇതിങ്ങനെ ബൾജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസം തോന്നും. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് വളരെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ഞാൻ സംസാരിച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരതിൻ്റെ ഇരട്ടിക്ക് അവിടെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര നേരം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിവേ, അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാഡാണ്, ക്ലെൻസിങ് പാഡാണ്. നമുക്ക് മേക്കപ്പ് ക്ലീൻ ചെയ്യാനായാലും സൺസ്ക്രീൻ ക്ലീൻ ചെയ്യാനായാലും ഫേസ് പാക്ക് ക്ലീൻ ചെയ്യാനും അതായത് ഫേസ് മാസ്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നിയൊരു പ്രൊഡക്റ്റാണ്. നമുക്കിത് പല ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. പല പാക്കായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. 4 പാക്കായിട്ട് അവൈലബിൾ ആണ്. 2 സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഒന്നായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു എർത്ത് ഋതത്തിൻ്റെ ക്ലെൻസിങ് പാഡ്സ്. അപ്പോൾ ഞാൻ താഴെ ഞാൻ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം 80 വാഷസ് വരെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് തുടച്ച മേക്കപ്പോ അല്ലെങ്കിൽ സൺസ്ക്രീനൊക്കെ തുടച്ചെടുത്ത ശേഷം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല നിങ്ങൾക്ക് നോർമലായിട്ട് വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും വാഷ് ചെയ്തെടുക്കാം. റീയൂസബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ കോട്ടൺ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമാണ് കേട്ടോ ഇതിൽ. കോട്ടൺ നിറയെ എടുക്കുന്നതിനെക്കാട്ടിലും ഇത് നമുക്ക് ഈസി ആയിട്ട് തുടച്ചിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനിത് കുറേ എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്, ഓരോ ദിവസം ഓരോന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത് എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തോന്നിയൊരു പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് നമുക്ക് എന്താ പറയുക, മേക്കപ്പ് ബ്രഷസ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരു 300 രൂപയ്ക്ക് താഴെയുള്ളൂ, 200-300 രൂപയ്ക്ക് താഴെയുള്ളൂ. നമുക്കിത് വിരലിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് ഞാൻ എവിടെയോ വെച്ച് വയ്ക്കും, അത് ഓർമ്മയില്ല. എന്തായാലും ഇത് നമുക്കിങ്ങനെ വിരലിൽ വെച്ചിട്ട് മേക്കപ്പ് ബ്രഷസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ഈസി ആയിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു മിനിറ്റ് ഞാൻ ആ പ്രോഡക്റ്റ് കൂടെ എടുത്തിട്ട് വരാം. വാഷ് ബേസിനിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. മേക്കപ്പ് ബ്രഷ് കഴുകേണ്ടതാണ്. ഇത് നമുക്ക് വാഷ് ബേസിനിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് മേക്കപ്പ് ബ്രഷസൊക്കെ ഇതിൽ ഓരോ ഇതിൻ്റെ ഓരോ ടെക്സ്റ്റേഴ്സ് കണ്ടില്ലേ, അതിൽ നമുക്ക് ഒരു ചൊരിച്ച് കഴുകാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇതും ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. കയ്യിൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കഴുകാൻ പറ്റും. അതുമാതിരി ഇത് ട്രാവൽ ഫ്രണ്ട്ലിയുമാണ്. ഇത് കൊണ്ടുപോകുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി ഈസി ആണെന്ന് എനിക്ക് തോന്നി. നമുക്ക് ഇത് ഹാൻഡ് ബാഗിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എവിടെ പോയാലും നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കപ്പ് ബ്രഷ് കഴുകാൻ യൂസ്ഫുള്ളാണ്. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഫേസ് മാസ്ക് അപ്ലിക്കേറ്ററാണ്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കഴിഞ്ഞ ഇവിടെ നിന്ന് ഇങ്ങനെ കൊട്ടണം
എൻ്റെ ഫേസ് മാസ്ക് ആപ്ലിക്കേഷനിൽ ഞാൻ ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ബ്രഷ് അല്ല, ഇതൊരു സിലിക്കോൺ പാഡ് മാതിരിയാണ് ഇരിക്കുന്നത്. നമുക്ക് പ്രൊഡക്റ്റൊക്കെ വേസ്റ്റ് ആവാതെ നമുക്ക് ഈസി ആയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പകുതി പ്രൊഡക്റ്റ് ആ ബ്രഷിൽ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ നല്ല തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്യാനുള്ള പറ്റുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി എൻ്റെ മാസ്കിൻ്റെ വീഡിയോ കണ്ടു നോക്കൂ. ഞാൻ തിക്ക് ലെയറിൽ അതെനിക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റി. ഇതിപ്പോൾ ഇതും ഒരു പാക്കായിട്ടാണ് വരുന്നത്, 2 എണ്ണം. ഇതും 200 രൂപയ്ക്ക് താഴെയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് വാങ്ങി നോക്കൂ കേട്ടോ. അടുത്തത് എൻ്റെ ഒരു റീസെൻറ്റ് പർച്ചേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോഡി സ്ക്രബാണ്. ഇങ്ങനെ ഒരു ഗ്ലൗ സ്ക്രബാണ്. നമുക്കിങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ബോഡി വാഷോ സോപ്പോ ഇതിൽ ആക്കിയിട്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ സ്ക്രബ്ബറാണ്. അപ്പോൾ അത്യാവശ്യം ഇതിൽ ടെക്സ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ നമ്മുടെ ഷവറിൽ തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ ടെക്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇത് ഇവിടെ ഒരു ചെറിയൊരു എലാസ്റ്റിക് ബാൻഡാണ്. നമുക്ക് ഈസി ആയിട്ട് ഇപ്പുറത്തെ കയ്യിലേക്കും ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 കയ്യിലും തേക്കാൻ ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. ചെറിയ നല്ല ടെക്സ്റ്റേഴ്സ് ഉണ്ട്. നല്ലൊരു സ്ക്രബ്ബറാണ് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ഇതും 200 രൂപയ്ക്ക് താഴെയുള്ളൂ. 200-300 രൂപയ്ക്ക് താഴെയുള്ളൂ. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. ഇതും ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു സ്ക്രബിങ് ഗ്ലൗസ്. പിന്നെ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു വാഷ ഫേഷ്യൽ ടൂള്. ഇത് നമുക്ക് 200 രൂപയ്ക്കൊക്കെ, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 200 രൂപയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് ഫേസ് മസാജൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയിൽ ഒരു സമയത്ത് ഈ ഒരു ഫേസ് വാഷ റോളറും അങ്ങനത്തെ ടൂളും ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. സോ ഈ മസാജിങ് ടൂള് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, യൂസ് ചെയ്യുന്ന രീതിയുണ്ട്, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഉടനെ തന്നെ പറയാം. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അല്ലാതെ നമുക്ക് ഹൈ റേറ്റിലും നമുക്ക് ഈ വാഷ ടൂൾ അവൈലബിൾ ആണ്. ഈ ഒരു പ്രത്യേകതരം ഒരു സ്റ്റോണാണ് ഇത്. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ഫേസ് ലിഫ്റ്റ് ചെയ്യാനും റിങ്കിൾസ് ഒക്കെ മാറാനും ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ വരുത്താനും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒരു പ്രത്യേകം സ്ട്രക്ചറിലൊക്കെ ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ വാങ്ങിയ ഒരു ആമസോൺ പ്രൊഡക്റ്റാണ്. അതേമാതിരി തന്നെ ഞാൻ ഫേസ് മസാജറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇലക്ട്രോണിക് ഫേസ് മസാജറും ഞാൻ ഒന്ന് വാങ്ങി. എനിക്കിതിപ്പം ഞാനും ഹരിയും ആക്ച്വലി ഭയങ്കര റിലാക്സേഷനാണ്. ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫേസ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഫേഷ്യൽ ഓയിലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട്, ഇതിൽ ബാറ്ററി ഓപ്പറേറ്ററാണ്. അടിയിൽ ബാറ്ററി, ഇവിടെ ബാറ്ററി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെയാണ് ഓണും ഓഫും. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മുഖത്ത് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മസാജിങ് ടൂളായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കുറച്ചുകൂടെ ഹയർ വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് എനിക്ക് തോന്നി ഇതൊരു 200 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ബാറ്ററി മാറ്റി കൊടുത്താൽ മാത്രം മതി. മറ്റേതും ബാറ്ററി ഓപ്പറേറ്റഡ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഇത് അത്യാവശ്യം നല്ലൊരു ഫേസ് മസാജിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. രാവിലെയും രാത്രിയും ഞാൻ ഇതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, മെറ്റലായതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട് അത്യാവശ്യം. ഓക്കെ, പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റാണ് എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങി നോക്കുകയുള്ളൂ. ഇതും ഞാൻ ആമസോണിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റാണ്. ഇത് ആക്ച്വലി ഒരു മസ്കാര വാണ്ടാണ്. മസ്കാര വാണ്ടാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺപീലിയുടെ ഷേപ്പിൽ ബ്രിസിൽസ് അവൈലബിൾ ആണ്. സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് മസ്കാരയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൺപീലികൾ നമ്മൾ ഒട്ടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ വിട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ തുറക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതിന് എനിക്ക് അത്യാവശ്യം നല്ല ഹെൽപ്ഫുള്ളാണ് എന്ന് എനിക്ക് തോന്നി. ഇതും വളരെ വിലക്കുറവാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം 1000 rupees 500 rupeesന് താഴെയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു
മസ്കാരയ്ക്കായാലും മസ്കാരയ്ക്കല്ല, അത് ആക്ച്വലി നമുക്ക് സ്പൂളി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഐബ്രോ പ്രോഡക്റ്റായിട്ട്. എൻ്റെ സ്പൂളീസ് എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ ഒരു കേട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അത് റെഗുലർലി വാഷ് ചെയ്യാറുണ്ടെങ്കിലും നമുക്ക് അപ്പുറത്തെ സൈഡ് പെൻസിലായിട്ടല്ലേ വരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ആരെങ്കിലും ചോദിച്ചാലായാലും ഐ ഇൻഫെക്ഷനോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് എനിക്ക് തോന്നുന്നു 250 രൂപയ്ക്കൊക്കെ ഞാൻ വാങ്ങിയതാണ്. നമുക്ക് 1, 2, 3 ഒരു 10 പ്രോഡക്റ്റോളം നമുക്കിതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം, അല്ല യൂസ് ആൻഡ് ത്രോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. എവിടെയെങ്കിലും കൊണ്ടുപോകാനും നമുക്ക് ഉപയോഗിച്ച് കളഞ്ഞിട്ട് വരാൻ പറ്റും. ട്രാവൽ ഫ്രണ്ട്ലി വേണം, 1-2 എടുത്താൽ മതി. മറ്റേ ബ്രഷ് കുറച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വരണ പോലെ എനിക്കൊരു തോന്നൽ. അപ്പം കുറച്ചുകൂടെ നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു സ്പൂളി വളരെ വളരെ ഇഷ്ടമായി. കുറച്ച് കാലമായിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ്, ഇപ്പോഴാണ് എനിക്ക് ആമസോണിൽ നിന്ന് ഈ ഒരു സ്പൂളി കിട്ടിയത് കേട്ടോ. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയിട്ട് ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക് ആപ്ലിക്കേറ്ററാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ചില ലിപ് ഗ്ലോസ് ഒക്കെ നോക്കിക്കോളൂ, ട്രാൻസ്പാരൻറ്റ് ലിപ് ഗ്ലോസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ലിപ്സ്റ്റിക് വാണ്ടിൽ നമ്മുടെ ഈ ലിപ്സ്റ്റിക്ക് ആവുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ലിപ്സ്റ്റിക് ആപ്ലിക്കേറ്റർ. ഇതും ആരെങ്കിലും വരുമ്പോഴും ഒക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് വേറൊരാൾക്ക് യൂസ് ചെയ്യുന്ന വല്ല ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം, അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല അവർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരണ്ടല്ലോ, അല്ലെങ്കിൽ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ ഇത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. ലിപ്സ്റ്റിക് ആപ്ലിക്കേഷൻ ആയാലും ലിപ് ഗ്ലോസ് ആപ്ലിക്കേഷൻ ആയാലും ഒക്കെ ഇത് ഞാനൊരു പാക്ക് 20 എണ്ണം ചേർത്തിട്ടാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. 200 രൂപയ്ക്ക് താഴെയുള്ളൂ. അപ്പം ഇത് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയും ടൂൾസാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയത്. ഇനിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇനിയും ചിലപ്പോൾ ടൂൾസുകൾ കാണും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറച്ചുകൂടെ ഇതാണെങ്കിൽ ഇനിയും നല്ല നല്ല ടൂൾസ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ടൂൾസൊക്കെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.